അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്നതാണ് വുഡ് ഗ്രെയിൻസ് ഡിസൈൻ. അതായത് ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലാണ് നമ്മൾ ഈ വുഡ് ഗ്രെയിൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലൈൻ ഇടണതാണ്. അപ്പോൾ ലൈനിൽ 6 mm ആണ് പലകട വീതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ചരടൊക്കെ അടിച്ച്, അപ്പോൾ നമ്മൾ ഒരു 12 ഇഞ്ച് ബ്ലേഡിനാണ് ആഡ് ചെയ്യുന്നത്. പുട്ടി ആഡ് ചെയ്യുന്ന മാതിരി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. മെറ്റീരിയൽ SPF ആണ്, സിന്തറ്റിക് പ്ലാസ്റ്റർ. കാരണം സിന്തറ്റിക് പ്ലാസ്റ്ററിൽ ചെയ്ത നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ് കിട്ടും വുഡിൻ്റെ. അപ്പോൾ നമ്മൾ സിന്തറ്റിക് പ്ലാസ്റ്ററാണ് ആഡ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് കോമ്പാണ് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഗ്രെയിൻസാണ് വരക്കുന്നത്. അപ്പോൾ ഗ്രെയിൻസ് വരക്കുമ്പോൾ നമുക്ക് കോമ്പ് ഉപയോഗിക്കാൻ സുഖത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ വുഡിൻ്റെ ഗ്രെയിൻസാണ് ആദ്യം വരച്ചെടുക്കുന്നത്. ശേഷം നമ്മളൊരു കോമ്പൗണ്ടാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ കോമ്പ് ഗ്രെയിൻസിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് കോമ്പൗണ്ട് അതൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ കോമ്പൗണ്ട് നമ്മൾ മൊത്തം ആ ഗ്രെയിൻസിൻ്റെ ഗ്യാപ്പുള്ള വശങ്ങളൊക്കെ ഫില്ല് ചെയ്യാനാണ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ വുഡ് പാറ്റേണൊക്കെ ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ അതിന് ശേഷം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. വലിഞ്ഞതിന് ശേഷം നമ്മളൊരു 6 ഇഞ്ച് സാധാ നോർമൽ ബ്ലേഡ് കൊണ്ട് ഒന്ന് ഫ്ലാറ്റ് ചെയ്യുന്നതാണ്. വാടിയതിന് ശേഷമാണ് ഫ്ലാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടൈമേ ഫ്ലാറ്റ് ചെയ്ത് ഒരുവിധം വാടിയതിന് ശേഷമാണ് ഫ്ലാറ്റ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന 6 mm മാസ്കിൻ ടേപ്പ് റിമൂവ് ചെയ്യാനാണ്. നമ്മൾ വുഡ് ഗ്രെയിൻസ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ബേസ് അടിക്കുന്നതാണ്. അപ്പോൾ ബേസ് 85-18 അപ്പെക്സിലാണ് എടുക്കുന്നത്. അപ്പോൾ അപ്പെക്സിലാണ് ഒരു കോട്ട് അടിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കളറ് ബ്രൗണാണ്, സാറ്റിൻ ബ്രൗൺ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ലൂസ് ചെയ്തെടുക്കുന്നതാണ് സാറ്റിൻ ബ്രൗൺ ടർപ്പനിൽ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തേക്കുന്ന സാറ്റിൻ ബ്രൗണ് 4-5 ബ്രഷ് കൊണ്ട് ആഡ് ചെയ്യാനാണ്. അപ്പോൾ നല്ലപോലെ ഫില്ല് ചെയ്ത് ബ്രൗൺ അടിക്കുക. അതിനുശേഷം ഒരു ക്ലോത്ത് കൊണ്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കുക. നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തുടച്ചെടുക്കുന്നത്. എന്നാൽ ആ വുഡിൻ്റെ ഫീലിംഗ് കിട്ടുള്ളൂ. ഫൈനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂ ഇറക്കണം. അപ്പോൾ ഗ്രൂ ബ്ലാക്ക് കൊണ്ടാണ് ഇറക്കുന്നത്. നമുക്ക് നാവൽ ബ്ലാക്കോ അല്ലെങ്കിൽ എമർഷൻ ബ്ലാക്കോ മതി. അപ്പോൾ ഞാൻ എമർഷൻ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ വുഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലിയർ കോട്ട് നിർബന്ധമായിട്ട് അടിക്കണം, അല്ലെങ്കിൽ കളർ ഫെയ്ഡിങ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ക്ലിയർ കോട്ട് അടിക്കുക. അപ്പോൾ നമ്മളൊരു ക്ലിയർ ആയിട്ട് കോട്ടാണ് ഈ അടിക്കുന്നത്. വാട്ടർ ബേസാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.